മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട്. എൻ്റെ പേര് ഷായൽ. ഞാൻ വരുന്നത് വയനാട് ജില്ലയിലെ സെൻറ് തോമസ് ചർച്ച് അരിഞ്ചേർമല ഇടവകയിൽ നിന്നാണ്. ഞാൻ ഉടമ്പടി എടുത്തത് 2025 ഫെബ്രുവരി മാസത്തിലാണ്. ഉടമ്പടി എടുത്തത് എനിക്ക് DHA എക്സാം ഉണ്ടായിരുന്നു. ഞാനൊരു നേഴ്സാണ്. ഞാനിവിടെ എക്സാം എനിക്ക് ഏപ്രിൽ 18-നായിരുന്നു. അതിനു മുമ്പ് ഇവിടെ വരികയും അച്ഛനെ കാണുകയും അച്ഛൻ്റെ കൈവെപ്പ് പ്രാർത്ഥന നേടുകയും ചെയ്തിരുന്നു. എക്സാമിന് പോകുന്നതിന് മുമ്പ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു, മാതാവിൻ്റെ ഒരു അടയാളം എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു. എക്സാം ഹാളിൽ കയറുന്നതിന് മുമ്പ് ഉടമ്പടി വസ്തുക്കളായ വിശുദ്ധ തൈലവും ഉപ്പും ആരും ചവിട്ടാത്ത സ്ഥലത്ത് ഇടുകയും ഉടമ്പടി വസ്തുക്കൾ നെറ്റിയിൽ പൂശുകയും ചെയ്തിരുന്നു. മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എക്സാം ഹാളിലേക്ക് കയറി എനിക്ക് അവർ ടോക്കൺ തന്നത് നീല കളർ ടോക്കണായിരുന്നു തന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവിൻ്റെ കൂടെയുണ്ട്, ഇനി ഒന്നിനും പേടിക്കണ്ട. അത്യാവശ്യം ബുദ്ധിമുട്ടായിരുന്ന എക്സാം ടെൻഷൻ അടിച്ചാണ് വീട്ടിൽ തന്നെ വിളിച്ചു പറഞ്ഞത്. റിസൾട്ട് വരുമ്പോൾ നല്ല മാർക്കോടെ പാസ്സാവാനുള്ള കൃപ തന്ന് മാതാവ് എന്നെ അനുഗ്രഹിച്ചു. എക്സാം പാസ്സായി ഞാൻ ജൂലൈ 17-നാണ് ദുബായിലേക്ക് പോകുന്നത്. ദുബായിൽ ചെന്ന് അവിടുന്ന് വിസിറ്റിംഗ് വിസയിലാണ് ഞാൻ പോകുന്നത്. അവിടെ ചെന്നിട്ട് ജോലിയൊന്നും ആകുന്നില്ലായിരുന്നു. ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, ജോലിയൊന്നും ആകുന്നില്ല. ആ സമയത്ത് ഒരുപാട് ടെൻഷൻ അടിച്ചും വേദനിച്ചതുമായ സമയമായിരുന്നു. അച്ഛൻ്റെ പ്രാർത്ഥനകളും ഡെയിലി ബ്രെഡ് പ്രാർത്ഥനകളും മാത്രമായിരുന്നു ആ സമയത്തെ ആശ്വാസം. മാതാവിനോടുള്ള പ്രാർത്ഥനകളിൽ മാതാവ് പറയുന്നുണ്ടായിരുന്നു, വിശ്വസിക്കുക എന്ന് മാത്രമാണ് മാതാവിനോട് പറഞ്ഞിരുന്നത്. മാതാവിൽ വിശ്വസിച്ചുകൊണ്ട് മാത്രം മുന്നോട്ട് പോയി. പ്രാർത്ഥനയിലൂടെ 6 മാസത്തോളം ഞാൻ അവിടെ താമസിച്ചു. ആ താമസിച്ച ഓരോ സമയത്തും എനിക്ക് ഭക്ഷണത്തിനോ താമസത്തിനോ ഒരു കുറവ് പോലും മാതാവ് എനിക്ക് വരുത്തിയിട്ടില്ല. ഒരു ബുദ്ധിമുട്ടും അറിയാതെയാണ് മാതാവ് എന്നെ 6 മാസം അവിടെ കാത്തു സൂക്ഷിച്ചത്. അത് കഴിഞ്ഞ് എനിക്ക് നിനക്ക് മുമ്പേ ഞാൻ നിൻ്റെ ദൂതനെ അയക്കും എന്ന വചനം പ്രാവർത്തികമാക്കിക്കൊണ്ട് എൻ്റെ കസിൻ വഴി എനിക്കൊരു ഇൻ്റർവ്യൂ വരികയുണ്ടായി. ഞാൻ ഒരു കാര്യമേ മാതാവിനോട് ആവശ്യപ്പെട്ടുള്ളൂ, ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ മാതാവിൻ്റെ ഒരു അടയാളം എനിക്ക് അവിടെ പ്രകടമായിരിക്കണം. ഇൻ്റർവ്യൂവിന് ചെന്ന് കയറുന്നതിന് മുമ്പ് ആ ഹോസ്പിറ്റലിൽ എനിക്ക് കാണാൻ സാധിച്ചത് മാതാവിൻ്റെ സിൽവർ ഗ്രേ കളറിലുള്ള പെയിൻ്റാണ്. അത് കണ്ടതോടെ എനിക്ക് മനസ്സിലായി ഈ ജോലി മാതാവ് എന്തായാലും എനിക്ക് നൽകിയിരിക്കും. ഉടമ്പടി വസ്തുക്കളായി തൈലവും ഉപ്പും ഞാൻ അവിടെയും ഉപയോഗിച്ചു. ആരും ചവിട്ടാത്ത ഏരിയയിൽ ഞാൻ ഉപ്പ് വിതറി. ഉടമ്പടി തൈലം നെറ്റിയിൽ പൂശി. ഒരു കുഴപ്പവും കൂടാതെ അധികം ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാതെ തന്നെ എത്രയും വേഗം ഇൻ്റർവ്യൂ പാസ്സാവാൻ എനിക്ക് സാധിച്ചു. ഇന്നിവിടെ ഞാൻ ആയിരിക്കുന്നത് തന്നെ മാതാവിൻ്റെ വലിയൊരു കരുണ കൊണ്ടാണ്. ഇതുവരെ കയറിയവരിൽ പ്രൊബേഷൻ പീരീഡ് കഴിയാതെ ഒരു നേഴ്സിനും ആനുവൽ ലീവ് കൊടുത്തതായിട്ട് എൻ്റെ അറിവിലില്ല. കയറി 2 മാസം കൊണ്ട് എനിക്ക് ലീവ് തന്ന മാതാവിനെ അനുഗ്രഹിച്ചു. ഇവിടെ ഒന്ന് സാക്ഷ്യം പറയാനുള്ള ഭാഗ്യവും എനിക്ക് തന്നു. അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. കാരുണ്യപ്രവൃത്തികളായിട്ട് ഞാൻ ചെയ്യുന്നത്, എൻ്റെ കയ്യിൽ എൻ്റെ മുമ്പിൽ ആരെന്ത് ആവശ്യം പറഞ്ഞാലും എന്നെ കണ്ടാവും വിധം ഞാനത് ചെയ്തു കൊടുക്കാറുണ്ട്. ഭക്ഷണത്തിനാണെങ്കിലും പൈസയ്ക്കാണെങ്കിലും എന്നാൽ കഴിയുന്ന വിധം ഞാൻ സഹായിക്കുന്നു. അവിടെ അടുത്തുള്ള ഒരു അമ്മമാരുടെ ഒരു വൃദ്ധസദനത്തിൽ പോയി അമ്മമാരെ കാണുകയും അവർക്ക് ഭക്ഷണം വെച്ച് കൊടുക്കുകയും അവരെ ശുശ്രൂഷിക്കുകയും ചെയ്യാറുണ്ട്. പത്രം വാങ്ങി വിതരണം ചെയ്യുകയും വീടുകളിൽ വിതരണം ചെയ്യുകയും ചെയ്യാറുണ്ട്. അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് എൽസമ്മ. ഞാൻ വയനാട്ടിൽ നിന്ന് വരുന്നു. അരിഞ്ചേർമലയിലാണ് എൻ്റെ ഇടവക. ഞാൻ ഉടമ്പടി എടുത്തത് 2019-ലാണ്. ഈ ചേച്ചിയുടെ മോൻ്റെ മോള് ഗർഭിണിയായിരുന്നു. 5 മാസം ഗർഭിണിയായിരുന്നു. ആ സമയത്ത് ഈ ചേച്ചിക്ക് അവൾക്ക് 40 വയസ്സായിരുന്നു പ്രായം. അന്നേരം 5-ാം മാസത്തിൽ അവൾക്ക് ഒരു സ്കാനിങ് ഉണ്ടായിരുന്നു. ആ സ്കാനിങ്ങിൽ ഡോക്ടർ പറഞ്ഞു 40 വയസ്സായാലേ ഇനി പ്രസവിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, അബോർഷൻ ചെയ്തുകൊള്ളാം, കുഞ്ഞിന് അംഗവൈകല്യം ഉണ്ടാകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരുപാട് വിഷമിച്ച് ഇവർ ആ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി. അപ്പോൾ ഈ ചേച്ചി എന്നോട് വിളിച്ച് പറഞ്ഞു, എൽസമ്മ നീ എനിക്ക് ഒന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ ഞാൻ മാതാവിൻ്റെ തൈലം തൂത്ത് ഞാൻ പ്രാർത്ഥിച്ചു. പിന്നെ ഇവർ വേറെ അമ്പലവയിലുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയി. ആ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ അവരെ ചേച്ചീനെ അഡ്മിറ്റാക്കി. അവളെ അഡ്മിറ്റാക്കി കഴിഞ്ഞപ്പോഴത്തേന് പിറ്റേ ദിവസം അവൾക്ക് ബ്ലീഡിങ് തുടങ്ങി. ആ കുഞ്ഞു പോകുമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. അന്ന് പിന്നെ ഞാൻ എൻ്റെ വയറിൽ വിശ്വാസപ്രമാണം മാതാവിൻ്റെ തൈലം തൂത്ത് വിശ്വാസപ്രമാണം ചൊല്ലി, മാതാവേ ഈ കുഞ്ഞിന് ഒരു കുഴപ്പവും കൂടാതെ ഈ കുഞ്ഞിന് ലഭിക്കുകയാണെങ്കിൽ ഈ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ ഇവിടെ വന്ന് അൾത്താരെ വന്ന് സാക്ഷ്യം പറഞ്ഞുകൊള്ളാം. കുഞ്ഞിന് മാതാവിൻ്റെ പേരായിട്ട് മരിയ എന്ന് പേര് നൽകി. ഈ കുഞ്ഞിന് ഒരു കുഴപ്പവും ഇല്ല. പിന്നെ സ്കാൻ ചെയ്തപ്പോഴത്തേനും കുഞ്ഞിന് ഒരു കുഴപ്പവും ഇല്ല. അങ്ങനെ കുഞ്ഞിന് ഒരു കുഴപ്പം കൂടാതെ ഈ കുഞ്ഞ് രക്ഷപ്പെട്ട് ഈ കുഞ്ഞിനിപ്പം മാതാവിനും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട്
പത്രം ഓരോ വീടുകളിൽ കൂടി വീടുകൾ തോറും കയറി ഇറങ്ങി പിന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന പ്രിൻറ്റ് ചെയ്ത് ഞാൻ കൊടുക്കുമായിരുന്നു. പിന്നെ മാതാവിൻ്റെ ഉപ്പും തൂത്ത് വിശ്വാസപ്രമാണം ചൊല്ലി ഓരോ വീടുകളിലും കയറി കൊടുക്കും. അതുപോലെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി അവിടെയുള്ള രോഗികൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയും രോഗികളെ സന്ദർശിക്കുകയും പനമരത്തുള്ള അമ്മമാരുടെ വൃദ്ധസദനത്തിൽ പോയി അവരെ കുളിപ്പിക്കുകയും അവർക്ക് ഭക്ഷണം കൊടുക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. ഇത്രയും തന്ന മാതാവിന് കൊടാനുകൂടി നന്ദി പറയുന്നു. തിരുക്കുമാരന് കൊടാനുകൂടി നന്ദി പറയുന്നു. സഭാപ്രസംഗങ്ങൾ 2:26 തന്നെ പ്രസാദിപ്പിക്കുന്നവന് ദൈവം ജ്ഞാനവും അറിവും ആനന്ദവും പ്രദാനം ചെയ്യുന്നു. എൽസമ്മ ഷാജു എന്ന ഈ അമ്മയും ഷായൽ എന്ന ഈ മകളും വലിയ സന്തോഷത്തോടുകൂടി അമ്മ മാതാവിനോട് ലഭിച്ച അനുഗ്രഹങ്ങളെ ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഉടമ്പടി ജീവിതത്തിൽ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു പ്രത്യേകത, തിരിച്ചറിയേണ്ട ഒരു പ്രത്യേക കാര്യം, ഉടമ്പടിയിൽ നമ്മൾ അമ്മ മാതാവിനോട് ഒരു നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിന് ചേരുന്ന പല അടയാളങ്ങളും പല സന്ദേശങ്ങളും നമുക്ക് കൈമാറിക്കൊണ്ടിരിക്കും. അവയെ തിരിച്ചറിയുന്നതിനുള്ള കൃപയാണ് ആ നിയോഗം അനുഗ്രഹമാകുന്നതിനുള്ള വഴിയായിത്തീരുന്നത്. മകൾ 2 കാര്യങ്ങൾ സാക്ഷ്യത്തിൽ സൂചിപ്പിച്ചു. ആദ്യത്തത് DH എക്സാമിന് പോകുമ്പോൾ മകൾ മാതാവിൻ്റെ ഒരു പ്രസൻസ് കൂടെ ഉണ്ടാവണം, മാതാവ് ഈ പരീക്ഷയ്ക്ക് കൂടെ ഉണ്ടാവണം, എനിക്കിത് പഠിച്ചിട്ട് വലുതായിട്ടൊന്നും അറിയത്തില്ല, അതുകൊണ്ട് എൻ്റെ കഴിവ് കൊണ്ട് നേടത്തില്ല എന്ന് പറഞ്ഞ് മാതാവിനോട് സാന്നിധ്യം ആവശ്യപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ മകൾ പറയുന്നുണ്ട്, ഞാൻ ആ എക്സാമിന് കയറുമ്പോൾ കിട്ടുന്ന ടോക്കൺ അതൊരു നീല കളറായിരുന്നു. ആ നീല കളർ കിട്ടിയ ടോക്കൺ അതവിടെ അന്ന് പരീക്ഷ എഴുതിയ ഒത്തിരി പേർക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ മകളെ സംബന്ധിച്ച് അത് അമ്മ മാതാവിൻ്റെ നിറമാണ്, അമ്മ എൻ്റെ കൂടെയുള്ളതിൻ്റെ ഒരടയാളമാണ്. അതൊരു വലിയ ആത്മധൈര്യമായി ആ പരീക്ഷയിൽ പങ്കുചേരുവാനും അമ്മ മാതാവിൻ്റെ സംരക്ഷണയിൽ ആ വിജയം നേടുന്നത് തിരിച്ചറിയുവാനും സാധിക്കുന്നു എന്നതാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. അതൊരു ആകസ്മികമായി സംഭവിച്ച വിഷയമല്ല. മകൾ പറയുന്നുണ്ട്, വിസിറ്റ് വിസയിൽ ദുബായിൽ പോയി 6 മാസത്തോളം ജോലിയില്ലാതെ കഷ്ടപ്പെട്ടു. എന്നിട്ട് അമ്മയുടെ സഹായത്താൽ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാവുന്നതിന് ജോലി വേണം എന്നാഗ്രഹിച്ച് അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ വീണ്ടും അടുത്തൊരടയാളം മകൾക്ക് കിട്ടുന്നുണ്ട്. മകൾ ഇൻ്റർവ്യൂവിന് വേണ്ടി പോകുന്ന ഇടത്ത് മകൾ കാണുന്നത് അവിടെ പെയിൻറ്റ് ചെയ്തിരിക്കുന്നത് സിൽവർ ഗ്രേ ആണ്. അത് മാതാവിൻ്റെ നിറമാണ്. മകൾ അതങ്ങനെയാണ് അസോസിയേറ്റ് ചെയ്യുന്നത്. വർഷങ്ങളായി അതിനകത്ത് കയറി ഇറങ്ങുന്നവർക്ക് അത് വെറും ഒരു പെയിൻ്റായിരിക്കും. മകളെ സംബന്ധിച്ച് എന്നെ നയിക്കുന്ന, ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന, ഞാൻ ശരണപ്പെട്ട് വിളിച്ചാൽ എൻ്റെ അടുത്തെത്തുന്ന അമ്മയുടെ സാന്നിധ്യത്തിൻ്റെ ഒരു അടയാളമാണ് ആ സിൽവർ ഗ്രേ നിറമുള്ള ആ മുറിയെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് മകൾ പറയുന്നത്, ഞാൻ നല്ല ആത്മധൈര്യത്തോടെ ആ ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തു. എനിക്ക് മുൻപേ ഒരു ദൂതനെ എൻ്റെ ഒരു ബന്ധുവിലൂടെ അവിടെ ക്രമീകരിച്ചു. അതുകൊണ്ട് ആ ജോലി നഷ്ടപ്പെടുത്താതെ അമ്മ എനിക്ക് ഏൽപ്പിച്ചു തരികയും ആ ജോലിയിൽ പ്രവേശിക്കുവാൻ എന്നെ സഹായിക്കുകയും ചെയ്തുവെന്ന്. പ്രിയമുള്ളവരെ, നമ്മുടെ ഉടമ്പടി ജീവിതത്തിൽ ലഭിക്കുന്ന സന്ദേശങ്ങൾ പക്ഷേ അത് ആ ലഭിക്കുന്ന സമയത്ത് വളരെ ഷാലവായിരിക്കും, ഒരു ഫെയ്ഡിങ് പോലെ നമുക്ക് വരുന്നതായിരിക്കും. പക്ഷേ എത്ര കണ്ട് വിശ്വാസം അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് പ്രത്യാശയോടുകൂടി ഇത് എൻ്റെ അമ്മ മാതാവിൻ്റെ ഈശോയുടെ അടയാളവും അനുഗ്രഹത്തിനുള്ള വഴിതുറക്കലുമാണ് എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കുന്നുവോ, അത് നമ്മളെ നിയോഗം അനുഗ്രഹമാകും വിധം കൺവേർട്ട് ചെയ്യും, പരിവർത്തനപ്പെടുത്തും. അമ്മ പറയുന്നില്ലേ, മറ്റൊരു കുടുംബത്തിലെ ഒരുപക്ഷെ അമ്മയ്ക്ക് അധികമൊന്നും അറിയാത്ത ഒരു മോള് ഗർഭിണിയായിട്ടിരിക്കുമ്പോൾ അമ്മയെ വിളിച്ചു പറയുന്നു, അത് 5-ാം മാസത്തിൽ അത് പ്രായം കൂടുതൽ അമ്മയ്ക്കുള്ളത് 40ഓളം വയസ്സായതുകൊണ്ട് അതിനി ക്യാരിങ് ആയാൽ ബുദ്ധിമുട്ടാണ്, അബോർട്ട് ചെയ്യണം, കുഞ്ഞിന് ഡൗൺ സിൻഡ്രത്തിന് സാധ്യതയുണ്ടെന്ന്. ഈ അമ്മ 14 തവണ ഉടമ്പടി പുതുക്കിയ സഹോദരിയാണ്. അതുകൊണ്ട് കഴിഞ്ഞ കുറേയധികം നാളായി എന്താണ് ഉടമ്പടി എന്ന്, ഉടമ്പടി ജീവിതത്തിൻ്റെ പ്രത്യാശ എന്തെന്ന്, സീറോയിൽ നിൽക്കുമ്പോഴും ഹീറോ ആകുവാനുള്ള വഴി എന്തെന്ന് അച്ഛൻ്റെ ധ്യാനങ്ങളിലൂടെ നന്നായി ഹൃദയത്തിൽ ആത്മീയമായ ദർശനങ്ങൾ, ബോധ്യങ്ങൾ കിട്ടിയിട്ടുള്ള വ്യക്തിയാണ്. അതുകൊണ്ടാണ് അത് തൻ്റെ തന്നെ ഉദരത്തിൽ കുരിശടയാളം വരച്ച് ഉടമ്പടി തൈലം പൂശി ആ ഗർഭിണിയായിരിക്കുന്ന മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും ആദ്യത്തെ ആശുപത്രിയിൽ നിരന്തരം അബോർഷൻ പറഞ്ഞ് അവിടുന്ന് ഡിസ്ചാർജ് വാങ്ങി അടുത്ത 2ാമത്തിടത്ത് ചെല്ലുമ്പോൾ അവരും ആദ്യം അബോർഷൻ പറഞ്ഞിട്ട് സ്കാനിങ്ങിന് വേണ്ടി കയറ്റുമ്പോൾ യാതൊരു കുഴപ്പവുമില്ല എന്ന റിസൾട്ട് വരികയും ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ കരങ്ങളിലേക്ക് കൊടുക്കുകയും ചെയ്യുന്നത്.
നമ്മൾ ഉടമ്പടി പ്രകാരം ഒരു അനുഗ്രഹം സ്വീകരിക്കുമ്പോൾ ഓർക്കണമേ, അതിൻ്റെ തുടക്കം വളരെ ചെറുതായിരിക്കും. നമുക്ക് തരുന്ന ആദ്യത്തെ ഒരു ഗ്രീൻ സിഗ്നൽ അത് വളരെ ചെറുതായിരിക്കും. ആ ഗ്രീൻ സിഗ്നലിനോട് നമ്മൾ എത്ര കണ്ട് പ്രത്യാശ വെച്ച് പുറകെ അമ്മയെ ചേർത്ത് പിടിച്ച് നടക്കുന്നുവോ അത് വലിയ അനുഗ്രഹത്തിലേക്ക് നമുക്ക് വഴിവിട്ടും. ആ പ്രത്യാശയോടു കൂടി ഉടമ്പടി ജീവിക്കാം. അമ്മ കൂടെ നിന്ന് ഈശോയുടെ അനുഗ്രഹങ്ങൾ നേടിത്തരും. ഈ കുടുംബത്തിനും മക്കൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.